കരൂര് 41 പേരുടെ മരണത്തിനിടയാക്കിയ രാഷ്ട്രീയ റാലി നയിച്ച ടി.വി.കെ അധ്യക്ഷൻ വിജയ്ക്കെതിരെ കേസെടുക്കാതെ തമിഴ്നാട് പോലീസ്. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന സുഗുണ ഇന്നലെ മരിച്ചതോടെയാണ് മരണസംഖ്യ 41 ഉയർന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 6 മാസം മാത്രം ശേഷിക്കെ വിജയുടെ അറസ്റ്റ് വൻ തിരിച്ചടിയാകുമെന്നാണ് DMK സർക്കാരിന്റെ ഭയം. കേസെടുക്കണമെന്നോ അറസ്റ്റ് ചെയ്യണമെന്നോ പറയാൻ മറ്റു രാഷ്ട്രീയ പാർട്ടികളും തയ്യാറല്ല. അവർ ടി.വി.കെയുമായി സഖ്യം കൂടാൻ കാത്തിരിക്കുന്നവയാണ്. റാലി നയിച്ചത് ടി.വി.കെ പ്രസിഡന്റ് വിജയ് ആണെങ്കിലും കേസെടുത്തത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബുസി ആനന്ദ്, ജോയിന്റ് സെക്രട്ടറി CT നിർമ്മൽകുമാർ, കരൂർ ജില്ലാ സെക്രട്ടറി മതിയഴകൻ എന്നിവർക്കെതിരെയാണ്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് കേസ്. ഇതിൽ മതിയഴകനെ ഇന്നലെ രാത്രിയോടെ അറസ്റ്റ് ചെയ്തു. ഇന്നലെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഫോണിൽ വിജയുമായി സംസാരിച്ചിരുന്നു. മുഖ്യമന്ത്രി M.K. സ്റ്റാലിനുമായി സംസാരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് വിജയുമായി സംസാരിച്ചത്. രാഷ്ട്രീയമില്ലെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ അവകാശപ്പെടുന്ന കാര്യം. ഇന്നലെ കരൂർ സന്ദർശിച്ച കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് പോലും പറഞ്ഞില്ല. കിംവദന്തി പരത്തരുത് എന്നു മാത്രമാണ് മുഖ്യമന്ത്രി M.K. സ്റ്റാലിൻ സമൂഹ മാധ്യമത്തിലൂടെ ഓർമ്മിപ്പിച്ചത്. വിജയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന പോസ്റ്ററുകൾ കരൂരിൽ പ്രചരിക്കുന്നുണ്ട്. ആൾക്കൂട്ട ദുരന്തമുണ്ടാക്കി ഒളിച്ചോടിയ രാഷ്ട്രീയ നേതാവാണ് വിജയ് എന്നും കൊലപാതകിയായ വിജയെ ഉടൻ അറസ്റ്റ് ചെയ്യണം തുടങ്ങിയ പോസ്റ്ററുകളാണ് തമിഴ്നാട് സ്റ്റുഡന്റ്സ് യൂണിയന്റെ പേരിൽ പ്രത്യക്ഷപ്പെട്ടത്. അതിനിടെ കരൂർ ദുരന്തത്തെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ കിംവദന്തികൾ പ്രചരിപ്പിച്ചാൽ നടപടിയെടുക്കുമെന്ന് തമിഴ്നാട് സർക്കാർ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെ 25 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. 3 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 2 ടി.വി.കെ പ്രവർത്തകരും 1 BJP പ്രവർത്തകരുമാണ് അറസ്റ്റിലായത്. വൻ ജനക്കൂട്ടം സൃഷ്ടിക്കാൻ വിജയ് കരൂർ സന്ദർശനം മനഃപൂർവ്വം 4 മണിക്കൂർ വൈകിപ്പിച്ചെന്നാണ് FIR. ഉച്ചയ്ക്ക് 12 മണിക്ക് എത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും രാത്രിയിലാണ് വിജയ് എത്തിയത്. കാത്തിരുന്ന് വലയുന്ന ജനങ്ങൾക്ക് ജീവഹാനി സംഭവിക്കാമെന്ന് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയെങ്കിലും ടി.വി.കെ നേതാക്കൾ ചെവിക്കൊണ്ടില്ലെന്നും കരൂർ പോലീസിന്റെ FIR-ൽ പറയുന്നു. റോഡ് ഷോ നടത്തിയത് അനുമതിയില്ലാതാണെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ വിജയ്ക്കെതിരെ കേസെടുക്കാമെന്നും M.K. സ്റ്റാലിന് നിയമോപദേശം ലഭിച്ചിട്ടുണ്ട്. പ്രതികളാക്കിയ ടി.വി.കെ നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നത് വൈകില്ലെന്നാണ് സൂചന. CBI-യോ പ്രത്യേക സംഘമോ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് വിജയ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിൽ ഹർജി നൽകിയിട്ടുണ്ട്. ഹർജി ഒക്ടോബർ 3 പരിഗണിക്കും. കരൂർ സന്ദർശിക്കാൻ അനുമതി തേടി മദ്രാസ് ഹൈക്കോടതിയിലും ഹർജി നൽകിയിട്ടുണ്ട്.